എടാ നല്ല വിശപ്പ്. ഇവിടുന്ന് എന്തെങ്കിലും തട്ടിയാലോ? കവീസ് കഫേ വെജാണ്. വെജായാലും എന്താ മസാല ദോശ അടിക്കാലോ. എന്നോക്കെ സെമിറ നമ്മൾ എവിടെ ഉള്ളത് അറിയോ? പെരുമ്പാവൂര്. പെരുമ്പാവൂർ എന്നല്ല, പെരുമ്പാവൂരിൽ കവീസ് കഫേയിൽ. ഈ കവീസ് കഫേയിൽ ഒരു പ്രത്യേകതയുണ്ട്. ലോകകപ്പ് ആവേശമാണ്. ലോകകപ്പിന് വലിയ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ വിളമ്പുന്നത് എന്നുള്ളതാണ്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. കാണാം. അത് ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ജീവനക്കാരും ഫുട്ബോൾ ജേഴ്സി അണിഞ്ഞുകൊണ്ടാണ് അവർ വിളമ്പാൻ ഇറങ്ങുന്നത് എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം നെയ്മർ അദ്ദേഹത്തിന്റെ സ്റ്റോറിയിലിട്ട ഒരു വീഡിയോ ഉണ്ട്. അത് ഈ കവീസ് കഫേയിൽ നിന്നായിരുന്നു. ഇവിടുത്തെ ജീവനക്കാർ ജേഴ്സി അണിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ചിത്രമാണ് നമ്മളെല്ലാം കണ്ടത്. അപ്പൊ അതേക്കുറിച്ച് തന്നെ നമുക്കിവിടെ നമ്മുടെ ഈ ഒരു കവീസ് കഫേയുടെ പ്രിയപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് നമ്മോടൊപ്പം. അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. കഴിഞ്ഞ ദിവസം നെയ്മർ ഈ ഒരു സ്റ്റോറി, നിങ്ങളുടെ ഈ ജേഴ്സി അണിഞ്ഞുകൊണ്ടുള്ള സ്റ്റോറി ഒക്കെ ഇടുക. ഞങ്ങള് ഈ മലപ്പുറം പോലെ തന്നെ പെരുമ്പാവൂരും ഈ ഫുട്ബോളിന്റെ ഒരു ആരാധകരാണ്. അപ്പൊ എന്തെങ്കിലും ഒരു വേൾഡ് കപ്പ് ആയിട്ട് എന്തെങ്കിലും പുതുമതിൽ വേണമെന്ന് ആഗ്രഹിച്ചത് ഞങ്ങള് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോഴാണ് ഓരോ കളികൾ ജയിക്കുന്നവരുടെ ജേഴ്സി ആയിരിക്കും. ഞങ്ങള് കഴിഞ്ഞ വെള്ളിയാഴ്ച റൊണാൾഡോ പോർച്ചുഗൽ ജയിച്ചു, അന്ന് ഫുൾ റൊണാൾഡോന്റെ ആയിരുന്നു. പിറ്റേന്ന് ശനിയാഴ്ച അർജന്റീന ജയിച്ചു. പിന്നെ നമ്മൾ ഇവരുടെ സൺഡേ നെയ്മറിന്റെ വീഡിയോ എല്ലാം ഇതാണ് ഇട്ടത്. അപ്പൊ ആ വീഡിയോ നമ്മൾ ഇവിടുന്ന് ഷെയർ ചെയ്യും. അത് നെയ്മറിന്റെ ഒഫീഷ്യൽ പേജിൽ ഇന്നലെ ആള് സ്റ്റോറി ആയിട്ട് ഇടുകയും ചെയ്തു. അർജന്റീനക്കാരുണ്ട്, ഫ്രാൻസിന്റെ ആളുകളുണ്ട്. ഒരു ടീമാണ്. വൈകുന്നേരമായ കവീസ് കഫേ എന്ന് പറഞ്ഞാൽ എല്ലാ ഫുട്ബോൾ ആരാധകരുടെയും ഒരു വൈകുന്നേരം ചായ കുടിയും അത് കഴിഞ്ഞ് പാർക്കിങ്ങിൽ പോയിരുന്നതിന്റെ ഇതിന്റെ ഒരു ചർച്ചയും കാര്യങ്ങളും അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് പെരുമ്പാവൂരിന്റെ ഒരു ആവേശമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വേൾഡ് കപ്പ്. ഇവിടെ ചർച്ചകൾ മൊത്തം വൈകുന്നേരങ്ങളിൽ ഞങ്ങള് പലരും, ഇപ്പൊ എന്റെ സുഹൃത്ത് സ്റ്റീഫനുണ്ട്, ഞങ്ങളെല്ലാവരും ഇവിടെ ഒന്ന് വർത്താനം പറഞ്ഞിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കാണുന്നത് മുഴുവൻ ഈ ഫുട്ബോളിന്റെ ചർച്ചകളാണ്. ഈ ഫുട്ബോളിന്റെ ചർച്ചകൾ ഇങ്ങനെ പുരോഗമിച്ച് വന്നു കഴിയുമ്പോഴാണ് ദിലീപ്, ഞങ്ങളുടെ സുഹൃത്തും കൂടെയാണ്, ദിലീപ് ഇങ്ങനെ ഒരു ആശയം പങ്കുവെക്കുന്നതും ഇതുപോലെ വലിയൊരു ജനം ഇത് ഏറ്റെടുക്കുന്നതും. ഇത് സത്യം പറഞ്ഞാൽ നെയ്മറിനെ ഇവിടെ കൊണ്ടുവരണം, കവീസിൽ കൊണ്ടുവരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങള് അർജന്റീന തന്നെയാണ്. ഇംഗ്ലണ്ട് എന്താ ഇനി പ്രതീക്ഷ? ക്വാർട്ടറിൽ നമ്മള് നോർവേട്ടാണ് കളി. നോർവേനെ എന്തായാലും നമ്മൾ അടിച്ചിടും. വീണ്ടും ഞങ്ങൾക്ക് അർജന്റീന സെമിയിൽ കിട്ടണം. ബ്രസീലിനെ തോൽപ്പിച്ച ടീമാണ് നോർവേ. അത് കുഴപ്പമില്ല. ബ്രസീലിനെ നമ്മള് തോൽപ്പിച്ചിട്ട് നോർവേനെ തോൽപ്പിച്ച് ഇനി അർജന്റീനയെ തോൽപ്പിക്കണം എന്നൊരു ആഗ്രഹം നമുക്ക്. ഞങ്ങൾ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ഈ കഫേയെ കുറിച്ചും ദിലീപ് ആണ് ഇതിന്റെ എം ഡിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ നെയ്മറിന്റെയും മറ്റുള്ള ജേഴ്സി എല്ലാവർക്കും ഇവിടെ കൊടുക്കുകയും എല്ലാം ചെയ്ത് അത് നെയ്മർ പോസ്റ്റ് ഇട്ടപ്പോൾ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു ആഹ്ലാദമാണ് എല്ലാവർക്കും ഉണ്ടായത്. ഇന്ന് അർജന്റീനയാണ്. അവർ ഗോൾ അടിക്കാൻ നേരാണ് നടക്കണേ. ഓരോ സ്റ്റാഫുകളും ഇന്നിപ്പോ ബോൾ കിട്ടിയ അപ്പൊ ഗോൾ അടിക്കാൻ അവർ കണ്ടിട്ടാണ് ഇവിടെ നടപ്പ്. അവര് മെസ്സിയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ദിവസം ഡിസ്കസ് ചെയ്യായിരുന്നു, എറണാകുളത്തിന് പുറത്തേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും, അതിനൊരു ഇൻഫ്ലുവൻസറെ കിട്ടുമെന്ന് അന്വേഷിച്ചിരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് ഇന്ന് രാവിലെ നെയ്മറുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഈ റീല് കാണുന്നത്. അപ്പൊ ഞാൻ ഇമീഡിയറ്റ്ലി ദിലീപേറിനെ വിളിച്ചു വെച്ചെന്ന് വെച്ചാൽ, നെയ്മറിനെ നിങ്ങള് ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് എടുത്തോ എന്നാണ് ആദ്യം ചോദിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞങ്ങൾ ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കിയത്. പിന്നെ കേരളം ഒട്ടുക്കും ഇന്ത്യ ഒട്ടുക്കുള്ള ആൾക്കാര് പുള്ളിയുടെ സുഹൃത്തുക്കളൊക്കെ പുള്ളിനെ വിളിക്കുകയും അതിനുശേഷമാണ് ഞങ്ങൾ ഇത് ഇത്രയും വാർത്താപ്രാധാന്യമുള്ള ഒരു റിലീസാണെന്ന് മനസ്സിലായി. ഇന്റർനാഷണലായി. ഇനിയിപ്പോ കവീസ് കഫേ അന്വേഷിച്ച് എമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ വരും. ഇന്നാണെങ്കിൽ ഞാനിവിടെ നെയ്മറിന്റെ ഫുട്ബോൾ ജേഴ്സി അണിഞ്ഞ ആൾക്കാരെ കാണാൻ വേണ്ടി വന്നപ്പോ അർജന്റീനയുടെ ആൾക്കാരാണ് സെർവ് ചെയ്യാൻ പറ്റുന്നത്. 8 ടീമിന്റെ ജേഴ്സി ഇപ്പൊ മേടിച്ചു വെച്ചിട്ടുണ്ട്. അടുത്ത ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും മേടിച്ചു. ആര് ജയിക്കുന്നു അവരുടെ ടീം ഇട്ട് ഇനിയിപ്പോ സെമി ഫൈനൽ ആകുമ്പോഴേക്കും ഫൈറ്റ് രണ്ടായിട്ട് തിരിയുമെന്നാണ് മനസ്സിലാവണേ. പെരുമ്പാവൂരിന്റെ ഒരു ഏരിയയിലാണ് ഈ നമ്മുടെ ലഹരിയുടെ ഒരു ഇതുള്ളൂ. പെരുമ്പാവൂർ കുറച്ച് ദിവസങ്ങളായിട്ട് അറിയപ്പെടുന്നത് ലഹരി എന്നാണ്. ഫുട്ബോൾ ലഹരിയാണെന്നുള്ളതാണ് ഞങ്ങൾ ഇന്ന് തെളിയിച്ചത്. അതാണ് നെയ്മർ ഇന്ന് ഒഫീഷ്യൽ ഷെയർ ചെയ്തതോടുകൂടി ഇതിന്റെ ലഹരി പെരുമ്പാവൂർ തൂഫാന്റെ ലഹരി അല്ല, മെയിൻ ലഹരി ഫുട്ബോൾ ആണെന്നുള്ളത് ഞങ്ങൾ ഇന്ന് തെളിയിച്ചതാണ്. കവീസ് കഫേന്റെ ഒരു സ്പെഷ്യൽ എന്തൊക്കെയാണ്?
കബീസ് കഫേ ഏറ്റവും നല്ല ദോശ, ഇന്ന് നമുക്ക് ഇവിടെ കിട്ടാവുന്ന ഏറ്റവും നല്ല ദോശ, ചീസ് പൊടി ദോശ, അങ്ങനെ വെറൈറ്റികൾ മാത്രമേ ഉള്ളൂ. ഇവരെ നമുക്ക് പിടിക്കാട്ടോ. നിങ്ങളേതോ ഫാൻ ഏതാ? പക്ഷേ ഇതൊക്കെ അതെ, ഇവര് അംഗീകരിക്കുന്നില്ല. ബ്രസീലിന്റെ ജേഴ്സി ബ്രസീലിന്റെ ഇനി ഇടുവോ? ഈ അർജന്റീനന്റെ ജേഴ്സി 20-ാം തീയതി വരെ ഇടും. അവര് ഉറപ്പായിട്ടിടും. അത് കഴിഞ്ഞൂടാ, ഒരിക്കലും വെക്കേണ്ടി വരില്ല. അടുത്ത വർഷം ഇല്ല ഇടൂല. സ്വിറ്റ്സർലൻഡ് കളി വരെ ഇടും, അത് കഴിഞ്ഞ് ഇടൂല. അത് ഒരു കളി വരും. കഴിഞ്ഞ കപ്പ് മെസ്സിക്കായിരുന്നു, ഈ കപ്പ് മെസ്സിക്ക് പദ്ധതിയാണ്. കബീസ് കഫേയിലെ ജീവനക്കാരോട് ചോദിക്കാം. വലിയ ഫാൻ ഫൈറ്റ് നടക്കുന്നതാണ് നമ്മൾ കാണുന്നതാണ്. എങ്ങനെയുണ്ട്? ആരെ കപ്പടിക്കും? എനിക്ക് വന്ന് അർജന്റീന തന്നെ അടിക്കും. മെസ്സി ആയിരിക്കും. അതെ, മെസ്സി മെസ്സി അടിക്കും. എല്ലാരും മെസ്സി ഫാൻ. हमारा टीम तो मोरक्को है, लेकिन मालिक दिया है जर्सी सपोर्ट करना चाहिए. मालिक दिया है इतना अच्छा से दिए, इसलिए सपोर्ट कर रहे हैं. मुश्किल नहीं है. अशरफ हकीमी है और तो इस्माइल साइबरी है, वो लोग जीता लेगा. तुम कौन सा आदमी का फैन है? मैं CR7. ओ ये किस यू डालो. കേറിയപ്പോ അത്ര നോട്ടീസ് ചെയ്തില്ല. പിന്നെ ഒരു സെക്കൻഡ് തിരിഞ്ഞു നോക്കിയപ്പോ ഇത് കൊള്ളാലോ, എല്ലാവരും അർജന്റീന ജേഴ്സി ഒക്കെ ഇട്ട് വൈബായിട്ട് നിൽക്കുന്നത്. ഞാനത് കുറെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ അർജന്റീന കപ്പടിക്കോ? അർജന്റീന തന്നെ കപ്പിടിക്കട്ടെ ഇത്തവണ. കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ ഫുൾ സപ്പോർട്ട്. കളി അടിപൊളി. അതിലൊപ്പം ഇവിടുത്തെ ഭക്ഷണം അതിലും അടിപൊളി. फ्रांस नहीं, फ्रांस अच्छा टीम है, मोरक्को के साथ नहीं होगा.